ഗോലോകനാഥം നതപാരിജാതം ഗോഗോപഗോപീ നയനാബ്ജസൂനും ജ്ഞാനാവിഭൂഷ പരിഭൂഷിതാംഗം നമാമി കൃഷ്ണം കരുണാപയോധിം നമാമി കൃഷ്ണം കരുണാപയോധിം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ ദ്വാവിംശതിതമോധ്യായ. 22-ാമത്തെ അധ്യായത്തിൽ ഗോപികകൾ അനുഷ്ഠിച്ച കാത്യായനി വ്രതത്തെപ്പറ്റിയും ഗോപികകളുടെ വസ്ത്ര അപകരണത്തെപ്പറ്റിയുമാണ് നാം പഠിക്കുന്നത്. നമുക്ക് നോക്കാം. ശ്ലോകം 1. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുകവാച. ഹേമന്തേ പ്രഥമേ മാസീ നന്ദവ്രജകുമാരികാഃ ചേരുർഹവിഷ്യം ഭുഞ്ജാന കാത്യായന്യർച്ചനവ്രതം. ഹേമന്തേ പ്രഥമേ മാസി നന്ദവ്രജകുമാരികാഃ ചേരുഃ ഹവിഷ്യം ഭുഞ്ജാനാഃ കാത്യായനി അർച്ചനവ്രതം. അതാണ് കാർത്യായന്യർച്ചനവ്രതം. കാർത്യായനി അർച്ചനവ്രതം. ഹേമന്തേ, ഹേമന്തത്തിൽ പ്രഥമേ മാസി, ഒന്നാം മാസത്തിൽ ഹേമന്ത ഋതു ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മാസത്തിൽ തന്നെ നന്ദവ്രജകുമാരിക, നന്ദഗോപരുടെ കുലത്തിലുള്ള കുമാരിമാർ ഹവിഷ്യ, അതായത് ഗോപ സ്ത്രീകളല്ല, കുമാരികൾ, പെൺകുട്ടികൾ, കുമാരികൾ ഹവിസായിട്ട് ഭുജിക്കുന്നവരായി നീവാരാന്നം, അതായത് ഒരു പൂജയ്ക്ക് നമ്മൾ പൂജാദ്രവ്യങ്ങൾ അർപ്പിക്കുമല്ലോ ഭഗവാന്, അതിനാണ് ഹവിസ് എന്ന് പറയുന്നത്. ആ ഹവിസ് ദേവന് സമർപ്പിച്ച നിവേദ്യത്തെയാണ്. നിവേദ്യം കഴിക്കുമല്ലോ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നാലും ഭഗവാന് നിവേദ്യം കഴിപ്പിക്കുമല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ പ്രസാദത്തിന് ഹവിഷ്യം എന്ന് പറയും. ദേവന് ഹവിസ് അർപ്പിക്കുന്നതാണ് നിവേദ്യം നമ്മൾ കൊടുക്കുന്നതെന്ന് പറയുന്നത്. ക്ഷേത്രത്തിലൊക്കെ നിവേദ്യം കൊടുക്കുന്നത് ഹവിസ് അർപ്പിക്കുന്നു. ഭഗവാനെ അർപ്പിച്ചതിന് ശേഷം കിട്ടുന്നതിന് ഹവിഷ്യം എന്ന് പറയും. അപ്പോൾ ഇവർ കാത്യായനി വ്രതം അനുഷ്ഠിച്ചിട്ട് കാത്യായനി ദേവിക്ക് ഹവിസ് അർപ്പിച്ചിട്ട് ആ ഹവിഷ്യത്തെ, അതായത് അർപ്പിച്ചതിന് ശേഷമുള്ള ആ നിവേദ്യത്തെ ഭുജിക്കുന്നവരായി കാത്യായനി അർച്ചന വ്രതം, കാത്യായനി വ്രതപൂജയെ അനുഷ്ഠിച്ചു. അപ്പോൾ അവരെന്തിനാണ് കാർത്യായനി വ്രതം അനുഷ്ഠിച്ചതെന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ഭർത്താവായി തീരണം അവർക്ക്. അതിനു വേണ്ടിയാണ് അവർ കാർത്യായനി ദേവിയെ പൂജിച്ചത്. അപ്പോൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ചാമ, തിന മുതലായ ലഘുധാന്യങ്ങൾ ഉപയോഗിച്ച് പരിശുദ്ധതയോടുകൂടി കാമിതാർത്ഥ പ്രദാത്രിയായ കാത്യായനിയെ പൂജിക്കാൻ അവർ തുടങ്ങി. അപ്പം ആ അന്നം ദേവിക്കായി നിവേദിച്ച ശേഷമേ അവർ ഭക്ഷിക്കുകയുള്ളൂ. ദേവിക്ക് അർപ്പിക്കുമ്പോൾ അതിനെ ഹവിസ് എന്ന് പറയും, അർപ്പിച്ച ശേഷം കിട്ടുന്നതിനെ ഹവിഷ്യം എന്ന് പറയും. അപ്പോൾ അവരതിനെ കഴിക്കും. അപ്പം അങ്ങനെ അവർ വ്രതം എടുക്കുകയാണ്. എന്തിനാണ് വ്രതം? ഭഗവാൻ കൃഷ്ണൻ ഭർത്താവായി വരണം എന്നും പറഞ്ഞ് വ്രതം അനുഷ്ഠിക്കുന്നു. ഹേമന്തേ പ്രഥമേ മാസീ നന്ദവ്രജകുമാരികാഃ ചേരുർഹവിഷ്യം ഭുഞ്ജാന കാത്യായന്യർച്ചനവ്രതം. ശ്ലോകം 2. ആപ്ലുത്യാംഭസി കാളിന്ദ്യ ജലാന്തേ ചോദിതേരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചുർനൃപ സൈകതീം. ആപ്ലുത്യ അംഭസി കാളിന്ദ്യ ജലാന്തേ ച ഉദിതേ അരുണേ കൃത്വാ
പ്രതികൃതിം ദേവീം ആനർച്ചുഹു നൃപ സൈകതീം. നൃപ, അല്ലയോ രാജാവേ, ശ്രീശുകൻ പരീക്ഷത്തിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, അരുണൻ സൂര്യൻ ഉദിച്ചിരിക്കുമ്പോൾ അംബസി ജലത്തിൽ ആപ്ലുത്വ സ്നാനം ചെയ്തിട്ട് കാളിന്ത്യ യമുനയുടെ ജലാന്തെ കരയിൽ സൈകതി മണൽ കൊണ്ടുള്ള പ്രതികൃതി എന്ന് വെച്ചാൽ ബിംബം, മണൽ കൊണ്ടുള്ള ദേവിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ദേവിയെ അർച്ചിച്ചു. അപ്പോൾ ഈ നന്ദ ഗോപവ്രജത്തിലെ കുമാരിമാർ, പെൺകുട്ടികൾ എന്തു ചെയ്യും? ആദ്യം ദേവിയെ ഭജിക്കാൻ വേണ്ടി അവർ രാവിലെ എണീറ്റ് സൂര്യോദയ സമയത്ത് കാളിന്തി നീരത്തിൽ ചെന്ന് കുളിച്ചിട്ട് കാളിന്തിയുടെ കരയിൽ മണൽ കൊണ്ട് ദേവി ബിംബം ഉണ്ടാക്കിയിട്ട് ജലഗന്ധ പുഷ്പാദികൾ കൊണ്ട് ദേവിയെ പൂജിക്കും. എന്നിട്ട് നിവേദ്യം അർപ്പിക്കും. ആപ്ലുത്വാംബസ്യ കാളിന്ത്യ ജലാന്തേ ചോദിതേരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചുർനിർഭസൈകതീം. ശ്ലോകം 3. ഗന്ധൈർമാല്യൈ സുരഭിഭിർ ബലിഭിർധൂപദീപകൈഃ ഉച്ചാവചൈ ചോപഹാരൈ പ്രവാളഫലതണ്ടുലൈഃ. ഗന്ധൈഃ ചന്ദനങ്ങൾ കൊണ്ടും സുരഭിഭിഃ ഏറ്റവും വാസനയുള്ള മാലകൾ കൊണ്ടും ബലികൾ കൊണ്ടും ധൂപദീപങ്ങൾ കൊണ്ടും ഉച്ചാവചൈഹി ബഹുവിധങ്ങളായ ഉപകാരകൈ നൈവേദ്യങ്ങൾ കൊണ്ടും പ്രവാള ഫല തണ്ടുലൈ ഇളം തളിരുകൾ കായ്കൾ മുതലായവ കൊണ്ടും ദേവിയെ പൂജിക്കും. ഗന്ധർമാല്യൈർ സുരഭിഭിർ ബലിഭിർ ധൂപദീപകൈഃ ഉച്ചാവചൈ ചോപകാരൈ പ്രവാളഫല തണ്ടുലൈഃ. ശ്ലോകം 4. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരീ നന്ദഗോപസുതം ദേവി പതിമേ കുരുമേ നമ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരീ നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇതി മന്ത്രം ജപത്യസ്ത പൂജാം ചക്രു കുമാരികാഹ. അപ്പോൾ അവർ രാവിലെ കുളിച്ച് ദേവിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ട് ദേവിയെ അർച്ചിട്ടിട്ട് അവർ പറയുന്ന മന്ത്രം എന്താണ്? ഇതാണ്: കാത്യായനി മഹാമായേ, അല്ലയോ കാത്യായനി മഹാമായേ, മഹായോഗിനി, അല്ലയോ മഹായോഗേശ്വരി, അധീശ്വരി, എല്ലാത്തിൻ്റെയും അധീശ്വരി, സർവേശ്വരി, ദേവി, ബഹുവിധ ക്രീഡകൾ ചെയ്യുന്നവളെ, എന്തോന്ന് വേണം? നന്ദഗോപസുതം പതിമേ കുരു. നന്ദഗോപന്റെ സുതൻ, നന്ദഗോപന്റെ പുത്രനായ കൃഷ്ണനെ എനിക്ക് ഭർത്താവായിട്ട് കുരു ചെയ്താലും. നിനക്ക് നമഃ, നമസ്കാരം. ഇതി മന്ത്രം, ഇപ്രകാരമുള്ള മന്ത്രത്തെ ജപിക്കുന്നവരായി താഹ കുമാരിക, ആ കുമാരികൾ പൂജാം ചക്രേ, പൂജകളെ ചെയ്തു. അപ്പം നന്ദഗോപപുത്രനായ കൃഷ്ണനെ ഭർത്താവായി കിട്ടണം എന്ന് ഈ മന്ത്രം പറഞ്ഞുകൊണ്ട് കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമ എന്നുള്ള മന്ത്രം, ഇതി മന്ത്രം ജപന്തി താഹ, ഇത് ജപിച്ചുകൊണ്ട് താഹ അവർ പൂജാം ചക്രു കുമാരിക, താഹ കുമാരിക, ആ കുമാരികൾ പൂജകളെ ചെയ്തു. ശ്ലോകം 5. ഏവം മാസമൃതം ചേരു കുമാര്യ കൃഷ്ണചേതസഃ ഭദ്രകാളി സമാനർച്ചുർ ഭൂയാത് നന്ദസുതപതി. ഏവം മാസം വ്രതം ചേരുഹു കുമാര്യ കൃഷ്ണചേതസഃ ഭദ്രകാളീം സമാനർച്ചുഹു ഭൂയാത് നന്ദസുതഃ പതിഹി. നന്ദസുത, നന്ദഗോപപുത്രൻ പതി, ഭർത്താവായിട്ട് ഭൂയാത്, ഭവിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. നന്ദഗോപപുത്രനായ കൃഷ്ണൻ ഞങ്ങളുടെ ഭർത്താവായി ഭവിക്കണമേ.
എന്ന് കൃഷ്ണചേതസഹ, കൃഷ്ണനിൽ മനസ്സോടുകൂടിയവരായിട്ട്, അവരുടെ ശ്രദ്ധ വേറെ ഒരിടത്തും പോകില്ല, കൃഷ്ണനിൽ തന്നെ മനസ്സോടുകൂടിയവരായിട്ട് കുമാരികൾ ഏവം ഇപ്രകാരം ഒരു മാസം വ്രതത്തെ ചേരുക അനുഷ്ഠിച്ചു. അങ്ങനെ 1 മാസമാണ് ഇവരെ വ്രതം അനുഷ്ഠിച്ചത്. ഭദ്രകാളിയെ സമാനാർച്ചു, ഭദ്രകാളിയെ പൂജിച്ചു. ഇവിടെ കാത്യായനി ദേവിയെ തന്നെയാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. കാത്യായനൻ എന്ന മഹർഷിയുടെ മകളായതുകൊണ്ട് കാത്യായനി എന്ന പേര് ദേവിക്ക് കിട്ടി. ഏവം മാസം വ്രതം ചേരു കുമാര്യ കൃഷ്ണ ചേതസഹ ഭദ്രകാളി സമാനർച്ചുർ ഭൂയാത് നന്ദസുതപതി. ശ്ലോകം 6. ഉഷശുദ്ധായ ഗോത്രൈ സ്വൈർ അന്യോന്യാബദ്ധ ബാഹവഃ കൃഷ്ണം ഉച്ചൈർ ജഗുരുർ യാന്ത്യ കളിന്ത്യാം സ്നാതുമന്വഹം. ഉഷസ്സി ഉത്ഥായ, അതാണ് ഉഷസ്യുത്ഥായ. ഗാത്രൈഹി സ്വൈഹി അന്യോന്യ ആബദ്ധ ബാഹവഃ കൃഷ്ണം ഉച്ചൈഹി ജഗുഹു യാന്ത്യഃ കാളിന്ത്യാം സ്നാതും അന്വഹം. ഉഷസി ഉദ്ധായ, പ്രാതകാലത്തിൽ ഉദ്ധായ എഴുന്നേറ്റിട്ട്, സ്വൈഹി തങ്ങളുടെ സംബന്ധികളായ, ഗോത്രൈഹി വംശങ്ങളോടുകൂടി, അന്യോന്യ ബദ്ധബാഹവ പരസ്പരം ചേർക്കപ്പെട്ട കൈകളോടുകൂടിയവരായി, അന്വഹം ദിവസം തോറും, കാളിന്തിയിൽ സ്നാദം കുളിക്കാനായിക്കൊണ്ട്, യാന്ത്യഹ പോകുന്നവരായി, കൃഷ്ണനെ ഉച്ചൈഹി ഉച്ചത്തിൽ ജഗു ഗാനം ചെയ്തു. അപ്പോൾ 1 മാസം അവർ ആ കാത്യായനി വ്രതം ആചരിച്ചു. കാലത്ത് എഴുന്നേറ്റ് അവരവർക്ക് ബന്ധപ്പെട്ട കുലത്തിൽ ജനിച്ച സഖികളുടെ അടുത്ത് ചെന്ന് അവരെ വിളിച്ച് അന്യോന്യം കൈകോർത്ത് പിടിച്ചുകൊണ്ട് കാളിന്തി നദിയിൽ കുളിക്കാൻ പോകുമ്പോൾ കൃഷ്ണനെക്കുറിച്ചുള്ള അനുരാഗത്തെ സൂചിപ്പിക്കുന്ന പാട്ടുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഉച്ചത്തിൽ പാടിക്കൊണ്ട് പോയി. അപ്പോൾ കൂട്ടുകാരികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി രാവിലെ തന്നെ കൈകോർത്ത് പിടിച്ച് കൃഷ്ണനെ സംബന്ധിക്കുന്ന പാട്ടുകളൊക്കെ പാടി കൊണ്ടാണ് ഇവർ വ്രതം ആചരിച്ചത്. 1 മാസവും വ്രതമാചരിച്ചു. ഉഷശുദ്ധായ ഗോത്രൈ സ്വൈർ അന്യോന്യാബദ്ധ ബാഹവഃ കൃഷ്ണമുച്ചൈ ജഗുർയാന്ത്യ കളിന്ത്യാം സ്നാതുമന്വഹം. ശ്ലോകം 7. നദ്യാം കഥാചിത് ആഗത്യ തീരെ നിക്ഷിപ്യ പൂർവവത് വാസാംസി കൃഷ്ണം ഗായന്ത്യോ വിജഹ്രു സലിലേ മുദാം. നദ്യാം കഥാചിത് ആഗത്യ തീരെ നിക്ഷിപ്യ പൂർവവത് വാസാംസി കൃഷ്ണം ഗായന്ത്യാഹ വിജഹ്രുഹു സലിലേ മുദാ. കഥാചിത് ഒരു നാൾ പൂർവവത് മുമ്പത്തെ പോലെ നദിയിൽ ആഗമിച്ചിട്ട്, അപ്പോൾ എന്ന് രാവിലെ അവർ നദിയിൽ വരും, കുളിക്കാൻ വരും. അപ്പം എന്നത്തെ പോലെ ഒരു ദിവസം കുളിക്കാൻ വന്നിട്ട് തീരെ കരയിൽ വാസാംശി വസ്ത്രങ്ങളെ നിക്ഷേപിച്ചിട്ട്, നദിയിൽ കുളിക്കാറുമ്പോൾ എന്ത് ചെയ്യും? അവർ വസ്ത്രങ്ങൾ അഴിച്ച് നദിയുടെ കരയിൽ വയ്ക്കും. എന്നിട്ട് കൃഷ്ണനെക്കുറിച്ച് ഗായന്ത്യ പാടുന്നവരായി സലിലെ ജലത്തിൽ മുതാ സന്തോഷത്തോടുകൂടി വിഹരിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു? വസ്ത്രങ്ങളെല്ലാം അഴിച്ച് നദിക്കരയിൽ വച്ചിട്ട് സന്തോഷത്തോടുകൂടി കൃഷ്ണനെ പറ്റി പാട്ടും പാടി നദി കടന്ന് കുളിക്കുകയാണ്. കളിച്ച് പാട്ടുപാടി കളിച്ച് കുളിക്കുകയാണ്. നദ്യാം കഥാചിതാഗത്യ തീരെ നിക്ഷിപ്യ പൂർവവത് വാസാംശി കൃഷ്ണം ഗായന്ത്യോ വിജഹ്രു സലിലേ മുദാ. ശ്ലോകം 8. ഭഗവാൻ തദഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വരഃ വയസ്സൈരാവൃതസ്തത്ര ഗതസ്തത്കർമ്മസിദ്ധയേ. ഭഗവാൻ തത് അഭിപ്രേത്യ കൃഷ്ണഃ യോഗേശ്വരേശ്വരഃ വയസ്യൈഃ ആവൃതഃ തത്ര ഗതഃ തത് കർമ്മസിദ്ധയേ. യോഗേശ്വരേശ്വരഃ യോഗേശ്വരന്മാരുടെ ഈശ്വരനും ഭഗവാൻ ഐശ്വര്യസ്വരൂപനുമായ കൃഷ്ണൻ അതിനെ അഭിപ്രേത്യ അറിഞ്ഞിട്ട് തത്കർമ്മസിദ്ധയെ അവരുടെ കർമ്മഫലത്തെ ദാനം ചെയ്യാനായിക്കൊണ്ട് വയസ്സേ കൂട്ടുകാരാൻ ആവൃത ചുറ്റപ്പെട്ടവനായി തത്രാഗത അവിടെ പ്രാപ്തനായി. അപ്പം ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു? ഇവര്
വിവസ്ത്രരായിട്ട് വസ്ത്രമെല്ലാം കരയിൽ അഴിച്ചു വെച്ചാണ് കുളിക്കുന്നത്. ഇതറിഞ്ഞിട്ട് കൃഷ്ണൻ കൂട്ടുകാരോട് ഒന്നിച്ച് അവിടെ എത്തി. ഭഗവാൻ തത്തഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വര വയസ്സൈരാവൃതസ്തത്ര തത്ര ഗതസ്തത്കർമ്മ സിദ്ധയേ. ശ്ലോകം 9. താസാം വാസാംസി ഉപാദായ നീപമാരുഹ്യ സത്വരഃ ഹസത്വിപ്രഹസൻ ബാലൈ പരിഹാസമുവാചഃ. താസാം വാസാംസി ഉപാദായ നീപം ആരുഹ്യ സത്വരഃ ഹസദ്ഭിഃ പ്രഹസൻ ബാലൈഃ പരിഹാസം ഉവാച. താസ അവരുടെ വാസാംസി വസ്ത്രങ്ങളെ ഉപാദായ എടുത്തിട്ട് സത്വരഹ ബന്ധപ്പെട്ടവനായി നീപം അവിടെ നിന്ന കദംബ വൃക്ഷത്തെ ആരുഹ്യ കയറിയിട്ട് ഹസത്പി ചിരിക്കുന്ന ബാലൈഹി കുട്ടികളോടുകൂടി പ്രഹസൻ ചിരിക്കുന്നവനായി പരിഹാസത്തെ വാച പറഞ്ഞു. ആശ്ചര്യം. ഇപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഇവര് ആ നദിക്കരയിൽ അഴിച്ചു വച്ചിരുന്ന ഈ ഗോപകുമാരികൾ അഴിച്ചു വച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് ആ കദംബ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ എന്ത് ചെയ്തു? അവർ ചിരിക്കുകയാണ്. താസാം വാസാംസി ഉപാദായ നീപമാരുഹ്യ സത്വര ഹസദ്ഭി പ്രഹസൻ ബാലൈ പരിഹാസമുവാചഃ. ശ്ലോകം 10. അത്രാഗത്യ ബലാത് കാമം സ്വം സംവാസ പ്രഗൃഹ്യതാം സത്യം പ്രവാണിനോ നർമ്മ യദ്യൂയം വ്രതകർഷിതാഹ. അബലാഹ ഹേ അബലകളെ അത്ര ഇവിടെ ആഗമിച്ചിട്ട് കാമം യഥേച്ഛം കാമം അവരുടെ ആഗ്രഹം സ്വം അവരവരുടെ വസ്ത്രം പ്രകൃതി വാങ്ങിക്കൊള്ളുവിൻ സത്യം പരമാർത്ഥം ബ്രവാണി പറയുന്നേൻ. ഇപ്പോൾ ഭഗവാൻ പരിഹാസത്തിൽ അവരോട് പറയുകയാണ്, ഹേ അബലകളെ അത്ര ഇവിടെ വന്നിട്ട് കാമം നിങ്ങളുടെ ഇഷ്ടം പോലെ സ്വംസം അവരവരുടെ വസ്ത്രം പ്രഗൃഹ്യതാം വാങ്ങിക്കൊള്ളൂ. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ വസ്ത്രം വാങ്ങിക്കൊള്ളൂ എന്ന് ഭഗവാൻ സത്യം പരമാർത്ഥം പ്രവാണി പറയുന്നു. ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് വസ്ത്രം വേണമെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുക. നോ നർമ്മ ഇത് നേരം പോക്കൊന്നുമല്ല. ഇതെന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വ്രതം കൊണ്ട് ക്ഷീണിച്ചവരായിരിക്കുന്നു. അപ്പം നിങ്ങൾ വ്രതം കൊണ്ട് ക്ഷീണിച്ചവരല്ലേ, അതുകൊണ്ട് ഞാൻ നേരം പോക്കൊന്നുമല്ല പറയുന്നത്, സത്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് വസ്ത്രം വാങ്ങിച്ചു കൊള്ളുക. തത്രാഗത്യാബലാകാമം സ്വം സംവാസ പ്രഗൃഹ്യതാം സത്യം പ്രമാണിനോ നർമ്മ യൂയം വ്രതകർഷിതാഹ. ശ്ലോകം 11. ന മയോദിതം പൂർവം വാ അനൃതം തമിമേ വിദു ഏകൈകശ പ്രതീക്ഷത്വം സഹൈവോദ സുമധ്യമാഹ. ന മയ ഉദിതപൂർവം അതാണ് മയോദിതപൂർവം വാ അനൃതം തദിമേ വിദുഹു ഏകൈകശ ഓരോരുത്തരായിട്ടെന്നുള്ളതിന് പ്രതീക്ഷത്വം സഹ ഏവ ഉദ അതാണ് സഹൈവോദ സുമധ്യമ അല്ലയോ സുന്ദരികളെ മയ എന്നാൽ അനൃതം ന ഉദിതപൂർവം ഞാൻ കളവ് മുമ്പ് പറഞ്ഞിട്ടേ ഇല്ല. കൃഷ്ണൻ പറയുകയാണ് അത് ഇവർ വിദുഹു അറിയുന്നു. സുന്ദരികളെ ഇവർക്കൊക്കെ അറിയാം, ഞാൻ മുമ്പ് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. ഈ ഗോപന്മാർ ഇതിന് സാക്ഷികളാണ്. ഇത് ഇവർ വിദു ഇവരറിയുന്നു. ഏകൈകശ ഓരോരുത്തരായിട്ടോ അല്ലെങ്കിൽ സഹയേവവ ഒന്നായിട്ടോ പ്രതീക്ഷത്വം സ്വീകരിക്കുക. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കരയിൽ കയറി വന്ന് വസ്ത്രം വാങ്ങിക്കുക.
അല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് വന്ന് വസ്ത്രം വാങ്ങിക്കുക. ഞാൻ കള്ളമൊന്നും അല്ല പറയുന്നത്, ഞാൻ ഇതുവരെ കള്ളയെ പറഞ്ഞിട്ടില്ല, ഇതെൻ്റെ കൂട്ടുകാർക്കറിയാം. ന മയോദിതം പൂർവം വാ മയോദിത പൂർവം വാ അനൃതം തതിമേ വിദു ഏകൈകശ പ്രതീച്ഛത്വം സഹൈവോദ സുമധ്യമാഹ. ശ്ലോകം 12. തസ്യ ദക്ഷേളിതം ദൃഷ്ട്വാ ഗോപ്യാ പ്രേമ പരിപ്ലുത്വാ വ്രീഡിതാ പ്രേക്ഷ്യ ചാന്യോന്യം ജാതാഹാസാന നിർയയൂ. ഗോപ്യഃ ഗോപികൾ തസ്യ തക്ഷേളിതം ദൃഷ്ട്വാ ഗോപ്യഃ പ്രേമ പരിപ്ലുതാഃ വ്രീഡിതാഃ പ്രേക്ഷ്യ ച അന്യോന്യം ജാതഹാസ ന നിർയയുഃ. ഗോപ്യഃ ഗോപികൾ തസ്യ അവൻ്റെ തക്ഷേളിതം ആ പരിഹാസത്തെ ദൃഷ്ട്വാ കണ്ടിട്ട് പ്രേമ പരിപ്ലുതാ പ്രേമത്തിൽ മുങ്ങിയവരായി വ്രീഡിത ലജ്ജിച്ചവരായി. അവർ വസ്ത്രങ്ങളില്ലാതെയാണ് വെള്ളത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അവരെങ്ങനെ കയറിപ്പോവും? അവർ ലജ്ജിതകളായി അന്യോന്യം തമ്മിൽ തമ്മിൽ പ്രേക്ഷ്യ നോക്കിയിട്ട് ജാതഹാസ ചിരിച്ചവരായിട്ട് ഇന്നെറിയൂ. അവർ പോയില്ല. അവർ അന്യോന്യം നോക്കി ചിരിച്ചു. എങ്ങനെ നമ്മൾ കയറും? വസ്ത്രങ്ങളില്ലാതെ എങ്ങനെ കയറും? കൃഷ്ണൻ മരക്കൊമ്പിലിരിക്കുന്നു, കുട്ടികൾ ചുറ്റും നിൽക്കുകയാണ്, ഓപക്കുട്ടികൾക്ക് ചുറ്റും നിൽക്കുകയാണ്. പിന്നെ വസ്ത്രമില്ലാതെ നമ്മൾ എങ്ങനെ കയറും? അവരെ ലജ്ജയോടെ അന്യോന്യം വെള്ളത്തിൽ കിടന്ന് തന്നെ അന്യോന്യം ലജ്ജയോടെ നോക്കി ചിരിച്ചു. അവർക്ക് ശരിക്ക് വസ്ത്രമില്ലാതെ വെളിയിൽ വരാൻ സാധിക്കുകയില്ല. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞ നിങ്ങൾ കയറി വന്നാൽ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾക്ക് തന്നെ തരാം. ആരും ആർക്കും ഒന്നിനെയും കൊടുക്കുന്നില്ല. സ്വന്തമായിട്ട് ആർക്കും ഒന്നും ഇല്ല താനും. ഏതായിരിക്കും ഭഗവാന്റെ അഭിപ്രായം? ഇത് നിങ്ങളുടെ സ്വന്തമൊന്നും അല്ല. സ്വന്തമായിട്ട് ആർക്കും ഇവിടെ ഒന്നും ഇല്ല. ഈശാവാസ്യം ഇതം സർവം, എല്ലാം ഈശ്വരനുള്ളതാണ്. ഇവിടെ ആർക്കും ഇവിടെ ഒന്നുമില്ല എന്നുള്ളതായിരിക്കാം ഭഗവാന്റെ വിചാരം. തസ്യ തക്ഷേളിതം ദൃഷ്ട്വാ ഗോപ്യപ്രേമ പരിപ്ലുതാഃ വ്രീഡിതാ പ്രേക്ഷ്യ ചാന്യോന്യം ജാതഹാസാന നിർയയോ. ശ്ലോകം 13. ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണ ആക്ഷിപ്തചേതസഃ ആകണ്ഠമഗ്ന ശീതോദേ വേപമാനസ്തമബ്രുവൻ. ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണ ആക്ഷിപ്തചേതസഃ ആകണ്ഠമഗ്നാഃ ശീത ഉദേ ശീതോദേ വേപമാനാഃ തം അബ്രുവൻ. ഗോവിന്ദേ കൃഷ്ണൻ ഏവം ഇപ്രകാരം ബ്രുവതി പറഞ്ഞപ്പോൾ നർമ്മണ പരിഹാസരൂപത്താൽ ആക്ഷിപ്ത ചേതസ ആകർഷിക്കപ്പെട്ട മനസ്സോടുകൂടിയവരും ശീതോദേ ശീതം തണുപ്പ് ഉദവെള്ളം തണുത്ത വെള്ളത്തിൽ ആകണ്ഠമഗ്ന കഴുത്ത് വരെ മുങ്ങിയവരും വേപമാന വിറയ്ക്കുന്നവരുമായ ഗോപികൾ തം അവനോട് അബ്രുവൻ പറഞ്ഞു. അപ്പോൾ ഗോപികൾ വെള്ളത്തിൽ കിടന്നിട്ട് കുറേ സമയമായി, അവർക്ക് തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവർ കൃഷ്ണനോട് ഇങ്ങനെ പറയുകയാണ്. ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണാക്ഷിപ്ത ചേതസഃ ആകണ്ഠമഗ്ന ശീതോദേ വേപമാനസ്തമബ്രുവൻ. ശ്ലോകം 14. മാനയംഭോ കൃതാസ്ത്വാം തു നന്ദഗോപസുതം പ്രിയം ജാനീമോ അംഗബ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേപിതാഃ. മാനയംഭോ കൃതാഃ ത്വാം തു നന്ദഗോപസുതം പ്രിയം ജാനീമഃ അംഗ വ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേപിതാഃ. ഭോ അംഗ ഹേ പൂജ്യ അനയം അന്യായം മാ കൃത ചെയ്യരുത്. അപ്പോൾ ഗോപസ്ത്രീകൾ പറയാണ്, അല്ലയോ ഭഗവാനെ, അങ്ങ് അന്യായമൊന്നും ചെയ്യരുത്. വ്രജശ്ലാഘ്യ വ്രജത്തിൽ ശ്ലാഘ്യനായും നന്ദഗോപസുതം നന്ദഗോപപുത്രനുമായിരിക്കുന്ന വ്രജത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന നന്ദഗോപപുത്രനായ അങ്ങ് അങ്ങാകട്ടെ പ്രിയം ഞങ്ങൾക്ക് പ്രിയനാണ്. ജാനീമ അത് ഞങ്ങൾ അറിയുന്നു. വേപിതാഹ ഞങ്ങൾ തണുത്തുതാ വിറയ്ക്കുകയാണ്. വാസാംശി ദേഹി ഈ വസ്ത്രങ്ങളെ ഞങ്ങൾക്ക് തരൂ, ഞങ്ങളിതാ വിറയ്ക്കുകയാണ്. അങ്ങ് നന്ദഗോപരുടെ പുത്രനല്ലേ, എല്ലാവർക്കും
അംഗീകരിക്കപ്പെട്ടവനല്ലേ, അങ്ങ് എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് വസ്ത്രം തരൂ. മാനയം ഭോകൃതാസ്ത്വാം തൂ നന്ദഗോപസുതം പ്രിയം ജാനീമോ അംഗവ്രജ ശ്ലാഘ്യം ദേഹി വാസാംസി വേപിതാഹാം. ശ്ലോകം 15. ശ്യാമസുന്ദര തേ ദാസ്യ കരവാമ തവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോ ചേദ്രാജ്ഞേ ബ്രുവാമഹേ. ശ്യാമസുന്ദര തേ ദാസ്യ കരവാമ തവ ഉദിതം തവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോ ചേത് രാജ്ഞേ ബ്രുവാമഹേ. അപ്പം ആദ്യം ഗോപസ്ത്രീകൾ ഗോപകുമാരികൾ യാചിച്ചു നോക്കി, പിന്നെ ഒന്ന് വിരട്ടി നോക്കുകയാണ്. എന്താണ്? ശ്യാമസുന്ദര, ഹേ ശ്യാമസുന്ദര, ശ്യാമ നിറമുള്ള മേഘ നിറമുള്ള സുന്ദര, തേ നിന്റെ ദാസ്യായ ഭയം ഞങ്ങൾ തവ ഉദിതം നീ പറയുന്നതിനെ കരവാമ ചെയ്യാം. ധർമ്മജ്ഞ ശാസ്ത്രമറിയുന്ന കൃഷ്ണ, വാസാംശി വസ്ത്രങ്ങളെ ദേഹി തന്നാലും നോചെ തന്നില്ലെങ്കിലോ രാജ്ഞെ രാജാവിനായിക്കൊണ്ട് ബ്രുവാമഹ ഞങ്ങൾ പറയും. അതായത് നന്ദ വ്രജത്തിലെ രാജാവാരാണ്? നന്ദഗോപരാണ്. നന്ദഗോപരോട് ഞങ്ങൾ ചെന്ന് പറയും, ഞങ്ങൾ നിന്റെ ദാസിയാണ്, മര്യാദയ്ക്ക് തരിക, തന്നില്ലെങ്കിലോ ഞങ്ങൾ നന്ദഗോപരോട് ചെന്ന് ഇത് പറയും എന്ന് പറയുകയാണ്. എന്ന് അല്പം ഒന്ന് വിരട്ടി പറയുകയാണ്. അപ്പം ശ്യാമസുന്ദര എന്ന് പറഞ്ഞാൽ ഇവിടെ മേഘത്തിൻ്റെ നിറമുള്ളത് എന്നെടുക്കാം. അല്ലെങ്കിൽ രണ്ടായിട്ട് പിരിക്കുമ്പോൾ ശ്യാമ സുന്ദര, സുന്ദര എന്ന് പറഞ്ഞിട്ട് ശ്യാമ എന്ന് പറഞ്ഞാൽ നിന്റെ ദാസി. അപ്പോൾ സുന്ദര ഭയം ഞങ്ങൾ തവ ദാസ്യക ശ്യാമ നിന്റെ ദാസികളാണ് എന്നും നമുക്കതിനെ പിരിച്ച് വേണമെങ്കിൽ എടുക്കാം. ശ്യാമസുന്ദര തേ ദാസ്യ കരവാമ തവോദിതം ദേഹി വാസാംശി ധർമ്മജ്ഞ നോ ചേദ്രാജ്ഞേ ബ്രുവാമഹേ. ശ്ലോകം 16. ശ്രീ ഭഗവാനുവാച. ശ്ലോകം 16. ഭവത്യോ യതി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യഥ അത്രാഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാഃ. ഭഗവത്യഃ യതി മേ ദാസ്യഃ മയ ഉക്തം വാ കരിഷ്യഥ തത്ര ആഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാഃ. ശുചിസ്മിതാഃ നല്ല മന്ദഹാസത്തോടു കൂടിയവരെ, ഭവതികൾ മേ എൻ്റെ ദാസ്യഹായതി നിങ്ങൾ എൻ്റെ ദാസികളാണെങ്കിൽ മയ എന്നാൽ ഉക്തം ഞാൻ പറഞ്ഞത് കരിഷ്യതാവ ചെയ്യുമെങ്കിൽ തത്ര ഇവിടെ ആഗത്യ വന്നിട്ട് സ്വവാസാംസി അവരവരുടെ വസ്ത്രങ്ങളെ പ്രതീച്ഛന്തു എടുത്തോളൂ. അപ്പം നിങ്ങൾ എൻ്റെ ദാസികളെന്നല്ലേ പറഞ്ഞത്, എന്നാൽ ഞാൻ പറഞ്ഞതിനെ അനുസരിച്ച് ഇവിടെ വന്ന് ഇതാ വസ്ത്രം എടുത്തുകൊള്ളൂ. ഭവത്യോ ശ്രീ ഭഗവാനുവാച. ഭവത്യോ യതി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യത തത്രാഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാഃ. ശ്ലോകം 17. തതോ ജലാശയാത് സർവ ദാരികാശീതവേപിതാഃ പാണിഭ്യാം യോനിമാച്ഛത്യ പ്രോത്തേരു ശീതകർഷിതാഃ. തതഃ ജലാശയത്താത് സർവ ദാരികാഃ ശീതവേപിതാഃ പാണിഭ്യാം യോനിം ആച്ഛാദ്യ പ്രോത്തേരുഹു ശീതകർഷിതാഃ. ശീതവേപിതാഃ തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്നവരും ശീതകർഷിതാഃ ശീതത്താൽ ദുഃഖിക്കുന്നവരുമായ സർവാഹ ദാരിക എല്ലാ കുമാരികളും പാണിഭ്യാം കൈകൾ കൊണ്ട് യോനി ഗുഹ്യപ്രദേശത്തെ ആച്ഛാദ്യം മറച്ചിട്ട് തതഹ ജലാശയ ആ ജലസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഇത് എതിർത്തുകൊണ്ട് നിന്നിട്ട് ഒരു കാര്യവുമില്ല. വെള്ളത്തിൽ കയറാതെ ചെന്ന് വ്രജത്തിൽ ചെന്ന് നന്ദഗോപനോട് പറയാൻ പറ്റുമോ? അപ്പോൾ ഭഗവാൻ പറയുന്നത് തന്നെ ചെയ്യാം. അവർ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവർ ഭാഗത്തെ കൈകൊണ്ട് മറച്ചിട്ട് ദുഃഖിച്ച് ആ ദാരികമാർ അവരെന്ത് ചെയ്തു? ദാരികാഹ എല്ലാ കുമാരിമാരും പാണിഭ്യം കൈകൾ കൊണ്ട് യോനി ഗുഹ്യപ്രദേശത്തെ ആച്ഛാദ്യം മറച്ചിട്ട് തതഹ ജലാശയ ആ ജലത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു.
തതോ ജലാശയാത് സർവ ദാരികാശീതവേപിതാഹ പാണിഭ്യാം യോനിമാച്ഛാദ്യ പ്രോത്തേരുശീതകർഷിതാഹ. ശ്ലോകം 18. ഭഗവാനാഹതാ വീക്ഷ്യ ശുദ്ധഭാവപ്രസാദിതഃ സ്കന്ധേ നിധായ വാസാംസി പ്രീതപ്രോവാച സസ്മിതിം. ഭഗവാൻ ആഹത വീക്ഷ്യ ശുദ്ധഭാവപ്രസാദിതഃ സ്കന്ധേ നിധായ വാസാംസി പ്രീതഃ പ്രോവാച സസ്മിതം. ശുദ്ധഭാവ പ്രസാദിതാഹ, അവർ ശുദ്ധമായ പ്രേമനിമിത്തം, ഭഗവാനുള്ള പ്രേമം, അവർക്ക് മറ്റ് ചിന്തകളൊന്നുമില്ല. അങ്ങനെ പരമ പ്രേമനിമിത്തം അവരിൽ പ്രസാദിച്ച ഭഗവാൻ എന്ത് ചെയ്തു? ആഹത, പുറത്തേക്ക് വന്നവരെ വീക്ഷ്യ, കണ്ടിട്ട്, പ്രീതഃ, പ്രണയയുക്തനായിട്ട്, വാസാംശി, വസ്ത്രങ്ങളെ, സ്കന്ധേ, വൃക്ഷത്തിൻ്റെ സ്കന്ധത്തിൽ നിതായ, വച്ചിട്ട്, വൃക്ഷത്തിൻ്റെ കൊമ്പുകളിൽ വച്ചിട്ട്, സസ്മിതം, മന്ദഹാസ്, ചിരിച്ചിട്ട്, പ്രോവാച, പറഞ്ഞു. അവരെ കണ്ടപ്പോൾ മരക്കമ്പിൽ തന്നെ വസ്ത്രം വച്ചിട്ട് അവരിലുള്ള പ്രീതിയെ സൂചിപ്പിക്കുന്ന മന്ദഹാസം ചിരിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്. ശ്ലോകം 18. ഭഗവാനാഹത വീക്ഷ്യ ശുദ്ധഭാവപ്രസാദിതഃ സ്കന്ധേ നിധായ വാസാംസി പ്രീതപ്രോവാച സസ്മിതം. ശ്ലോകം 19. യൂയം വിവസ്ത്രായ തപോ ധൃതവ്രത വ്യഗ്രാഹതയ്യേതത് ഉദേവഹേളനം ബദ്ധാഞ്ജലിമൂർധന്യ അപനുത്തയേ അംഹസ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതാം. യൂയം വിവസ്ത്ര യത് അപഹ ധൃതവ്രത വ്യഗാഹതൈ ഏതത് തത് ഉ. വ്യഗാഹത അല്ലാതെ വ്യഗ്രായാണ്. വ്യഗ്രാഹത, ചില ടെസ്റ്റിൽ ഇഗ്ര എന്നില്ല, വ്യഹ നടക്കും. വ്യഗ്രാഹത ഏതത് തത് ഉ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരും. വ്യഗ്രാഹത ഏതത് തത് ഉ. ദേവഹേളനം ബദ്ധാഞ്ജലി മൂർധനി അപനുത്തയേ അംഹസഃ കൃത്വാ നമഃ അധഃ വസനം പ്രഗൃഹ്യതാം. അപ്പോൾ ഭഗവാൻ പറയാണ്, ധൃതവ്രത, നിങ്ങൾ വ്രതത്തോടു കൂടിയവരായ നിങ്ങൾ വസ്ത്രഹീനയായിട്ട് അപഹ, ജലത്തെ വ്യഗ്രാഹത, ജലത്തെ പ്രവേശിച്ചു. അപ്പം നിങ്ങൾ ചെയ്ത പ്രവൃത്തി ശരിയല്ല. കാരണം നിങ്ങൾ വ്രതമനുഷ്ഠിക്കുന്നവരാണ്. അപ്പോൾ വസ്ത്രമില്ലാതെ ജലത്തിലിറങ്ങാൻ പാടില്ല. അത് നദിയെ അനാദരിക്കുന്നതിന് തുല്യമാണ്. അപ്പം നദി എന്ന് വെച്ചാൽ പാവനമായതാണ്. അപ്പം നദിയിലിറങ്ങുമ്പോൾ വസ്ത്രം ഇട്ട് വേണം ഇറങ്ങേണ്ടത്. അപ്പം അത് ബാക്കിയുള്ളവർക്കൂടെ പറഞ്ഞു തരികയാണ്. അപ്പോൾ നദിയിൽ വസ്ത്രമില്ലാതെ ഇറങ്ങാൻ പാടില്ല. അത് ദേവന്മാരെ നിന്ദിക്കുന്ന പ്രവൃത്തിയാണ്. എന്നത് യാതൊന്നോ ഏത തത് ഉ, അത് തന്നെ ദേവഹേളനം, ദേവന്മാരുടെ ഹേളനമാണ്. അവരെ അവഹേളിക്കും പോലെ അല്ലെങ്കിൽ നിന്ദിക്കും പോലെയാണ്. അവഹേളിക്കും പോലെ അല്ലെങ്കിൽ നിന്ദിക്കും പോലെയാണ്. അംഹസഹ, പാപത്തിൻ്റെ അപനുത്തയെ, പരിഹാരം. അപ്പം നിങ്ങൾ പാപം ചെയ്തു. വ്രതം അനുഷ്ഠിക്കുന്നവർ വസ്ത്രമില്ലാതെ നദിയിലിറങ്ങി, അത് പാപമാണ്. അംഹസഹ എന്ന് പറഞ്ഞ പാപം. അതിൻ്റെ അപനുത്തയെ, പരിഹാരത്തിന് നിങ്ങൾ എന്ത് ചെയ്യണം? മൂർധനി, ശിരസിൽ അഞ്ജലി, കൈ കൂപ്പിക്കൊണ്ട് ബദ്ധിച്ചിട്ട് അതഹ, ഭൂമിയിൽ നമസ്കാരത്തെ കൃത്വ ചെയ്തിട്ട് വസനം, വസ്ത്രത്തെ പ്രഗൃഹ്യതാം, സ്വീകരിക്കണം. അപ്പോൾ ഇവരെ കൈ ഗുഹ്യ പ്രദേശത്താണ് വെച്ചേക്കുന്നത്. അങ്ങനെ വയ്ക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് കൈയും തലയിൽ വെച്ച് തൊഴണം. തലയിൽ വെച്ച് ഭൂമിയിൽ വീണ് നമസ്കാരം ചെയ്തിട്ട് വസ്ത്രം വാങ്ങുക എന്ന് പറയുകയാണ്. അപ്പം നമുക്ക് ഇത് കാണുമ്പോൾ, ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃഷ്ണൻ ഇങ്ങനെ ചെയ്തതെന്ന് തോന്നും. അപ്പം നമ്മുടെ ശരീരബോധം ഇല്ലാതാക്കാനാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ശരീരബോധം ഉള്ളതുകൊണ്ടാണ് നമുക്ക് വസ്ത്രം മറയ്ക്കണമെന്ന് തോന്നുന്നത്. അപ്പോൾ കാട്ടുജാതിക്കാരൊന്നും വസ്ത്രം എടുക്കൂല, അവർക്ക് ആ ശരീരബോധം ഇല്ല. അവർ നമ്മളിപ്പോൾ ഇങ്ങനെ പിന്നെ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും വസിക്കുന്നവരാണ് വസ്ത്രം എടുക്കുന്നത്. കാട്ടുജാതിക്കാർക്ക് ഒരു വസ്ത്രമില്ല, അവർക്കൊരു ആക്ഷേപം തോന്നൂല. നമുക്ക് വസ്ത്രമില്ലെങ്കിൽ ആക്ഷേപമായിട്ട് തോന്നും. അപ്പം നമുക്ക് ആ ശരീരബോധമുള്ളത് കൊണ്ടാണ്. അപ്പോൾ ശരീരബോധത്തെ ഇല്ലാതാക്കുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് പല വിമർശനവും ഉണ്ടായിട്ടുള്ളതാണ്. ഇങ്ങനെ ആ ഭഗവാൻ ഗോപികളുടെ വസ്ത്രം എടുത്തെന്നും ആ വസ്ത്രം ഇല്ലാതെ കരയിൽ കയറി വരണമെന്നും ഒക്കെ പറഞ്ഞത് ഇതെന്തിനാണ്? ശരീരബോധം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. യൂയം വിവസ്ത്രയതബോധൃതവൃത വിഗ്രാഹതയേതൂ ഏതത്തതു ദേവഹേളനം ബദ്ധാഞ്ജലി മൂർധന്യ അവനുത്തയേ അംഹസ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതാം. ശ്ലോകം 20. ഇത്യച്യുതേനാഭിഹിതം വ്രജാബലാം മത്വാ വിവസ്ത്രാപ്ലവനം വ്രതച്യുതിം തത്പൂർത്തികാമസ്തദശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമുർ അവദ്യമൃഗ്യതഃ. ഇതി അച്യുതേന അഭിഹിതം വ്രജാബല എന്നാണ്. വ്രജാബലാഹ മത്വാ വിവസ്ത്ര ആപ്ലവനം വ്രതച്യുതിം തത്പൂർത്തികാമാഹ തത് അശേഷകർമ്മണാം സാക്ഷാത്കൃതം നേമുഹു അവദ്യമൃഗ്യതഃ. ഇതി ഇപ്രകാരം അച്യുതേന കൃഷ്ണനാൽ അഭിഹിതം പറയപ്പെട്ടതിനെ വ്രജ അബലാഹ വ്രജസ്ത്രീകൾ കേട്ടിട്ട് വിവസ്ത്രാപ്ലവനം വസ്ത്രമില്ലാതെ ചെയ്ത സ്നാനം വ്രതച്യുതി മൃതഭംഗത്തെ മത്വ വിചാരിച്ചിട്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവർ തെറ്റാണ് ചെയ്തത്. വസ്ത്രമില്ലാതെ ജലത്തിലിറങ്ങി കുളിച്ചത് പിന്നെ എന്താണ്, വ്രതത്തിന് ഭംഗം വരുത്തുന്നതാണ്. അപ്പോൾ അതിന് പരിഹാരം ചെയ്യണം. അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. തത്പൂർത്തി കാമ വ്രതത്തിൻ്റെ പൂർത്തിയെ കാക്ഷിക്കുന്നവരായിട്ട് തദശേഷ കർമ്മണ അതിൻ്റെയും മറ്റു സമസ്ത കർമ്മങ്ങളുടെയും സാക്ഷാത്കൃതം സാക്ഷാത് ഫലഭൂതനായിരിക്കുന്ന അവനെ നേമുഹു നമസ്കരിച്ചു. യതഃ യാതൊന്നുകൊണ്ട് സഹ അവൻ അവദ്യമൃഗ് സർവപാപത്തെയും നീക്കുന്നു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവർ ഇങ്ങനെ ചെയ്താൽ ഭഗവാൻ തന്നെ അവരുടെ സർവപാപത്തെയും നീക്കും. അപ്പോൾ അവർക്ക് അത് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ കൈതൊഴുത് ഭഗവാൻ പറഞ്ഞതുപോലെ ചെയ്തത്. അപ്പോൾ അവർ ചെയ്തത് അവർക്ക് തെറ്റാണെന്ന് മനസ്സിലായതുകൊണ്ട് എന്ത് ചെയ്തു, ഭഗവാനിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ ഭഗവാൻ പറഞ്ഞതുപോലെ ആ ശരീരബോധമൊക്കെ വിട്ട് കൈകൾ കൂപ്പി ചെന്ന് വസ്ത്രം വാങ്ങിക്കുകയാണ്. ഇത്യച്യുതേനാഭിഹിതം വ്രതച്യുതിം തത്പൂർത്തി കാമസ്തദശേഷ കർമ്മണാം സാക്ഷാത്കൃതം നേമുർ അവദ്യമൃഗ്യതഃ. ശ്ലോകം 21. താസ്തദാവനതാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുതഃ വാസാംസി താപ്യ പ്രായച്ഛത് കരുണസ്തേന തോഷിതഃ. താഹ തഥാ അവനതാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുതഃ വാസാംസി താപ്യഃ പ്രായച്ഛത് കരുണഃ തേന തോഷിതഃ. ദേവകീസുത ദേവകീ പുത്രനായ ഭഗവാൻ കൃഷ്ണൻ തഥാ അപ്രകാരം അവനത നമസ്കരിച്ച താഹ അവരെ ദൃഷ്ട്വ കണ്ടിട്ട് തേന അതിനാൽ തോഷിതഃ സന്തോഷിച്ചവനായി കരുണഃ കരുണയുള്ളവനായി താപ്യഃ അവർക്കായിക്കൊണ്ട് വാസാംസി വസ്ത്രങ്ങളെ പ്രായച്ച് കൊടുത്തു. അപ്പോൾ അവർ കൈകൂപ്പി ഭഗവാൻ പറഞ്ഞതുപോലെ തലയിൽ കൈവച്ച് ഭൂമിയെ നമസ്കരിച്ച് കയറി വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, വസ്ത്രങ്ങളെ അവർക്ക് കൊടുത്തു. അപ്പോൾ സാക്ഷാത് ഭഗവാൻ ദേവകീപുത്രൻ ആ സ്ത്രീ സ്വഭാവസിദ്ധമായിരിക്കുന്ന മാനം ലജ്ജ മുതലായവയെ അവരുപേക്ഷിച്ചു. ഭഗവാനിൽ തന്നെയുള്ള ശുദ്ധമായ അനുരാഗത്തെ പ്രകാശിപ്പിക്കുന്ന വിധത്തിൽ നമസ്കരിച്ച കുമാരികളെ കണ്ട് പരമസന്തുഷ്ടനായി അവരിൽ കരുണയുള്ളവനായി അവരുടെ വസ്ത്രങ്ങൾ അവർക്ക് തിരിച്ചു നൽകി.
അപ്പോൾ നമുക്കിന്ന് ഇത്രയും മതി. അപ്പോൾ അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? അവരുടെ ശരീരബോധം ഇല്ലാതായി. ശരീരബോധവും ശരീരമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന വസ്തുക്കളിലേക്ക് നമ്മൾ മനസ്സിനെ തിരിക്കാതെ മനസ്സിനെ ആരിലേക്ക് തിരിക്കുക? മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കുക. മനസ്സിനെ ഭഗവാനിലേക്ക് തിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഉള്ളിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ശരീരമെന്നോ ലജ്ജയെന്നോ ഒന്നും നമുക്ക് അനുഭവപ്പെടുകയില്ല. അതിൻ്റെ ശുഖബ്രഹ്മ ഋഷിയൊക്കെ ആണെങ്കിലോ 16 വയസ്സുണ്ട്, വസ്ത്രമില്ലാതെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ആ വസ്ത്രമില്ലാതെ സഞ്ചരിച്ചാലും ആർക്കും ഒന്നും തോന്നുകയില്ല. കാരണം ആ ശുഖബ്രഹ്മർഷിയും അതുപോലെയാണ് ആളുകളെ കാണുന്നത്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ നിർത്താം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സം. ഹരി ഓം തത്സം. ഹരി ഓം തത്സം.